ഹലോ ദിലു, ഞങ്ങൾക്ക് ഫ്രെയിം കിട്ടി. നല്ല ഭംഗിയുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. ഫോട്ടോയിൽ കണ്ടെങ്കിലും നേരിട്ട് കണ്ടപ്പോഴത്തേന് നമുക്ക് ഓരോ ഡീറ്റെയിൽസ് എല്ലാം നന്നായിട്ട് കാണാൻ പറ്റും. നല്ല കളർ ഗ്രേഡിങ്ങും കേട്ടോ. എനിക്ക് ഫ്രെയിമും അകത്തെ റൈറ്റിങ്ങും കളർ ഗ്രേഡും എല്ലാം ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ എനിക്കന്ന് പറയാൻ പറ്റിയില്ല, ഇവൾക്ക് സ്കിന്നിനാണെങ്കിലും അലർജിക്കൊന്നും റിയാക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനത് പറയണമെന്ന് ഓർത്താൽ വിട്ടുപോയി. കാരണം ഇവളുടെ സ്കിൻ ഇച്ചിരി ഹൈപ്പർ സെൻസിറ്റീവ് ആയത് കാരണം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ഇത് ഇങ്ങനെ നമ്മൾ ഈ പൗഡറിലൊക്കെ ഡിപ്പ് ചെയ്യുമ്പം വല്ല റിയാക്ഷൻസും വരുമെന്ന്. പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു റെഡ്നെസ് പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ ക്വാളിറ്റി അത്രയും നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ സാധാരണ ഇവൾക്ക് പെട്ടെന്ന് സെൻസിറ്റീവ് ആവുന്നതാണ്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു ദിലുവിനെ തന്നെ ഞാൻ വിളിച്ചതിൽ. പിന്നെ ബീങ് വെരി ഓണസ്റ്റ്, നിങ്ങളുടെ പ്രൈസിങ് ആണെങ്കിലും നല്ല റീസണബിളാണ്. ഞാൻ 1-2 കൊട്ടേഷൻസ് വേറെ ആണെങ്കിലും എടുത്തായിരുന്നു. പക്ഷേ അതൊക്കെ ചുമ്മാ ഓവർലി ഹൈപ്പറൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ലൈക്ക് ചുമ്മാ ഭയങ്കര ഹൈപ്പായിട്ട്. ഇത് ബേസിക്കലി നമ്മൾ കാസ്റ്റിനകത്തിട്ട് ചെയ്യുന്ന ആ ഒരു ഇത് അത്രയും ഡെഡിക്കേഷനോട് കൂടിയും ആ ഒരു എല്ലാവർക്കും ചെയ്യാമെങ്കിൽ പറ്റുന്ന ഒരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഇതാണ്. അല്ലാതെ ഒത്തിരി ഹൈ പ്രൈസ്ഡ് അല്ല, ഓവർലി പ്രൈസ്ഡ് അല്ല. അതാണ് ഞാൻ പറയുന്നത്. റീസണബിൾ ആയിട്ടുള്ള ചാർജേ ഉള്ളൂ. ഈ ഫ്രെയിമും ഇതുണക്കിയും ഇത്രയും ഹാർഡ് വർക്ക്സ് പിന്നെ വരുന്നില്ലേ, അപ്പോൾ അതിൻ്റേതായ ഇതെല്ലാം എനിക്ക് പ്രൊഡക്റ്റിൽ കാണാനുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ടു ബി ഓണസ്റ്റ്. ഞാനൊട്ടും ഓർത്തില്ല ഇത്രയും നല്ലതായിട്ട് അവളുടെ ഡീറ്റെയിലിംഗ് കിട്ടുമെന്ന്. അവളുടെ ആ ഒരു ക്രീസസും നെയിൽസും എല്ലാം വന്നിട്ടുണ്ട്. അപ്പം താങ്ക് യു ദിലു, താങ്ക് യു സോ മച്ച്. എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലിയുടെ അടുത്തും ഉറപ്പായിട്ടും പറഞ്ഞോളാം. പിന്നെ കോഴിക്കോട്ട് നിന്ന് ഇത്രയും ട്രാവൽ ചെയ്ത് കോട്ടയത്ത് വരാൻ പറ്റിയൊരു മനസ്സുണ്ടായിരുന്നല്ലോ, അതും എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു നിങ്ങളെ വിളിക്കുമ്പം ഇവിടെ വരെ വരാൻ പറ്റുമോ എന്നുള്ളത്. അതാണ് എനിക്ക് അത്ഭുതമായത്. ഇവിടെ വരെ വരുന്ന ട്രാവൽ ചാർജും എല്ലാം ഭയങ്കര ഒരു റീസണബിൾ ആയിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഒട്ടും ദിലു ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നിയില്ല. അങ്ങനെ എനിക്ക് താങ്ക് യു സോ മച്ച്. ഐ എം റിയലി ഹാപ്പി വിത്ത്